ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ വെള്ളിയാഴ്ച ദിവസം ഏപ്രിൽ 5-ാം തീയതി ഏകാദശിയാണ്, പാപമോചനി ഏകാദശി. നാളത്തെ ദിവസം, അതായത് വ്യാഴാഴ്ച ദിവസം, നമ്മളെല്ലാവരും ഒരു നേരം അരിഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസത്തെ ഏകാദശിക്ക് വേണ്ടി തയ്യാറെടുക്കുക. ഇനി ചെയ്യേണ്ടത് 6-ാം തീയതി, അതായത് ശനിയാഴ്ച ദിവസം നമ്മൾ പാരണ വീടണം. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലെയും പാരണ വീടേണ്ടുന്ന സമയം, പാരണ വീടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്രതം അവസാനിപ്പിക്കുക. എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് വ്രതം അവസാനിപ്പിക്കേണ്ടതെന്ന്. ഞാൻ വീണ്ടും അതൊന്നും പറയുന്നില്ല. കേരളത്തിൽ ഏപ്രിൽ 6-ാം തീയതി പാരണ വീടേണ്ടുന്ന സമയം രാവിലെയാണ്. 6:17 മുതൽ 10:19 വരെ. എഴുതിയെടുത്തോളൂ. കേരളത്തിൽ ഏപ്രിൽ 6-ാം തീയതി രാവിലെ 6:17 മുതൽ 10:19 വരെ. ഡൽഹിയിൽ 6:05 മുതൽ 10:17 വരെ. 6:05 മുതൽ 10:17 വരെ. മുംബൈ 6:28 മുതൽ 10:19 വരെ. 6:28 മുതൽ 10:19 വരെ. ചെന്നൈ 6:02 മുതൽ 10:08 വരെ. 6:02 മുതൽ 10:08 വരെ. ബാംഗ്ലൂർ 6:12 മുതൽ 10:19 വരെ. ബാംഗ്ലൂർ 6:12 മുതൽ 10:19 വരെ. ഗുജറാത്ത് 6:37 മുതൽ 10:19 വരെ. ഗുജറാത്ത് 6:37 മുതൽ 10:19 വരെ. തെലുങ്കാന 6:07 മുതൽ 10:15 വരെ. മധ്യപ്രദേശ് 6:14 മുതൽ 10:19 വരെ. ഇനി ദോഹ ഖത്തർ 5:20 മുതൽ 7:49 വരെ. 6-ാം തീയതി രാവിലെയാണ് ദോഹ ഖത്തർ. 5:20 മുതൽ 7:49 വരെ. കുവൈറ്റ് 5:32 മുതൽ 7:49 വരെ. ദുബായ് 6:06 മുതൽ 8:49 വരെ. അബുദാബി 6:09 മുതൽ 8:49 വരെ. സൗദി അറേബ്യ 5:40 മുതൽ 7:49 വരെ. 5:40 മുതൽ 7:49 വരെ. ബഹ്റിൻ 5:23 മുതൽ 7:49 വരെ. ഷാർജ 6:04 മുതൽ 8:49 വരെ. ഒമാൻ 5:53 മുതൽ 8:49 വരെ. ഇനി അമേരിക്ക 6:44 മുതൽ 11:02 വരെ. ഓസ്ട്രേലിയ 7:20 മുതൽ 11:10 വരെ. UK 6:24 മുതൽ 10:50 വരെ. സിംഗപ്പൂർ 7:03 മുതൽ 11:06 വരെ. സാംബിയ 6:13 മുതൽ 6:49 വരെ. മാലദ്വീപ്സ് 6:03 മുതൽ 8:29 വരെ. ഇതാണ് സാധാരണയായിട്ട് നമ്മൾ പറയുന്ന സ്ഥലങ്ങൾ. ഇനി മറ്റേതെങ്കിലും സ്ഥലത്ത് വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ട് ചോദിക്കൂ, ഞാൻ നോക്കി പറയാം. ഇത് പൂർണ്ണമായും വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള പാരണ സമയമാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെ വേണം നിങ്ങൾ പാരണ വീടാനായിട്ട്. ജോലി സ്ഥലത്താണെങ്കിൽ പോലും ആ സമയത്ത് നമ്മൾ ഭഗവാനെ മനസ്സ് വിചാരിച്ച് അല്പം ജലം കുടിച്ച് നമ്മുടെ പാരണ വീടാം. ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ ഈ സമയത്ത് ക്ഷേത്രത്തിൽ പോയി ആ സമയത്ത് തീർത്ഥം മേടിച്ച് കുടിച്ച് പാരണ വീടുക. ഇതാണ് ചെയ്യേണ്ടത്. തുളസി ദേവിയുടെ പാരണ വീടുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ദേവിക്കും കൂടെ ജലം കൊടുത്ത് ദേവിയുടെ പാരണ വീടണം. ഇത്രയാണ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഏപ്രിൽ 6-ാം തീയതി ശനിയാഴ്ച ദിവസം പ്രദോഷമാണ്. അതുകൊണ്ട് തന്നെ ശനി പ്രദോഷമാണ്. ശനി പ്രദോഷം വളരെ വിശേഷമാണ്. എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു ദിവസമാണ് ശനി പ്രദോഷം എന്ന് പറയുന്നത്. നമുക്കറിയാം മഹാദേവന് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെ. അപ്പോൾ ആ ദിവസം തന്നെയാണ് പ്രദോഷം വന്നിരിക്കുന്നത്. ആലോചിക്കുക, പ്രദോഷ സന്ധ്യയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. വ്രതം എടുക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും സന്ധ്യാസമയത്തെ പ്രാർത്ഥന വളരെ വളരെ വിശേഷമാണ്. ആ സമയത്ത് നിർബന്ധമായും എല്ലാവരും ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ അത് വളരെ നല്ലതാണ്. അതല്ലെങ്കിൽ വീട്ടിലിരുന്നിട്ടായാൽ പോലും ആ സമയം നന്നായി ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക, മഹാദേവനെ പ്രാർത്ഥിക്കുക. പഞ്ചാക്ഷരി മന്ത്രങ്ങൾ 108 തവണ ജപിക്കുക. 108 തവണ ഒരു തവണ ജപിച്ചതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് 108 തവണ ജപിക്കാം. അങ്ങനെ എത്ര തവണ ജപിക്കാൻ പറ്റുന്നുണ്ടോ അത്രയും തവണ ജപിക്കുക. മഹാദേവൻ്റെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുക. ശനീശ്വരനെ പ്രാർത്ഥിക്കുക. ശനീശ്വരനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് എല്ലാ ശനിദോഷങ്ങളും അകലും. ഉദ്യോഗത്തിന് നല്ല പ്രമോഷൻ കിട്ടും. ദാരിദ്ര്യ ദുഃഖം മാറും. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറി നമുക്ക് സ്വസ്ഥവും സമാധാനവുമായൊരു ജീവിതമുണ്ടാകും. കാരണം പടിപടിയായിട്ടുള്ള ഉയർച്ച ശനീശ്വരൻ നമുക്ക് നൽകും. അപ്പോൾ ഇതൊക്കെ നല്ലതാണ് ആ സമയത്ത് പ്രാർത്ഥിക്കുന്നത്. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റുന്നെങ്കിൽ അത് വളരെ ഉത്തമമാണ്. പ്രദോഷ ദിവസം എന്ന് പറയുന്നത് അത് രാവിലെയല്ല, ശ്രദ്ധിക്കുക.
നമ്മൾ ശിവക്ഷേത്ര ദർശനം ഇപ്പോൾ പ്രദോഷമാണ്, രാവിലെയല്ല പോകേണ്ടത്. രാവിലെ പോകുന്നതിന് തെറ്റില്ല, പക്ഷേ നമ്മൾ 2 ചോയ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വൈകുന്നേരം സന്ധ്യാസമയത്തെ ചോയ്സാണ് തിരഞ്ഞെടുക്കേണ്ടത്. നമ്മൾ ആലോചിക്കും രാവിലെ പോകണോ വൈകുന്നേരം പോകണോ എന്ന് ആലോചിക്കുകയാണെങ്കിൽ പറ്റുന്നെങ്കിൽ വൈകുന്നേരം പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പ്രദോഷ സന്ധ്യയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ട് ആ സമയത്തെ പ്രാർത്ഥനയ്ക്ക് ഒരു തടസ്സവും വരുത്താതെ പ്രാർത്ഥിക്കുക. മഹാദേവന് ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ ധാരയൊക്കെ ചെയ്യുക, കുളത്തുമാല മേടിച്ചു കൊടുക്കുക, പാർവതി ദേവിക്ക് അല്പം നെയ്യൊക്കെ മേടിച്ച് അല്ലെങ്കിൽ എണ്ണ കൊടുത്ത് കത്തിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ധാര ചെയ്യിക്കാൻ പറ്റുന്നെങ്കിൽ പ്രത്യേകിച്ച് ജലധാരയ്ക്ക് 10 രൂപയൊക്കെയല്ലേ ഉള്ളൂ. ജലധാരയൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അത് മഹാദേവൻ തിരുവാതിര എന്ന് പറഞ്ഞ് ചെയ്യിക്കുവാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തർക്കും പ്രത്യേകം ഒന്നും ചെയ്യിക്കേണ്ട. ഒരാൾക്ക് ഒറ്റ ഭഗവാന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യിച്ചാൽ മതി. മഹാദേവൻ തിരുവാതിര എന്ന് പറഞ്ഞങ്ങ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാ ഗുണങ്ങളും നമ്മുടെ വീട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും, കുടുംബത്തിന് മുഴുവൻ ആ ഫലം ലഭിക്കും. കാരണം ഭഗവാന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഐശ്വര്യം നമുക്ക് എല്ലാവർക്കും കിട്ടും. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ ചെയ്ത് എല്ലാവരും പ്രാർത്ഥിക്കുക, ഭഗവാനെ മാത്രം വിശ്വസിക്കുക, അന്ധവിശ്വാസങ്ങളിലേക്ക് പോകാതിരിക്കുക. എല്ലാവരും ദൈവവിശ്വാസികളായി വളരുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.